ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അതായത് നമ്മൾ അരിയൊന്നും കുതിർത്ത് അരയ്ക്കാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനെ ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഈ ഉഴുന്നൊന്ന് ഞാൻ കഴുകിയതിന് ശേഷം വെള്ളം വാർത്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണോളം ഉലുവയാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയ തീയിലിട്ട് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉഴുന്നിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരും. ആ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം. ഇനി ഇതേ പാനിൽ തന്നെ ഞാൻ 1 കപ്പ് റവയാണ് ചേർക്കുന്നത്. ഇഡ്ഡലി റവ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റവ വാങ്ങിക്കാൻ കിട്ടും. ആ റവയാണെങ്കിൽ അതാണ് നല്ലത്. അതില്ലെങ്കിൽ സാധാരണ റവ ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ സാധാരണ ഉപയോഗിക്കുന്ന റവ തന്നെയാണ് എടുത്തത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ തീയിലിട്ട് ഒരു 5 മിനിറ്റോളം വറുത്തെടുക്കാം. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉഴുന്നൊക്കെ ഇപ്പോൾ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇതിനിയൊന്ന് നമുക്ക് തരിച്ചെടുക്കണം. അതിനായി നേരത്തെ റവ എടുത്ത് വെച്ച ബൗളിലേക്ക് തന്നെ ഇത് തരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ 2 തരം റവയും ഉപയോഗിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ 1 കപ്പോളം വറുത്ത അരിപ്പൊടി ഉപയോഗിച്ചാലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതിയാകും. ഞാൻ ഇതാ ഇവിടെ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഇനി എങ്ങനെയാണ് ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നതെന്ന് കൂടി കാണിച്ചു തരാം. അതിനായി ഞാനിവിടെ നമ്മൾ നേരത്തെ കുപ്പിയിലാക്കി വെച്ച ആ പൊടിയിൽ നിന്ന് 1/2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/3 കപ്പ് കട്ട തൈരാണ് വേണ്ടത്. അതായത് 80 ml കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് 1/2 കപ്പോളം ചെറിയ ചൂടുള്ള വെള്ളമാണ്. നല്ല ചൂട് വേണ്ട, ചെറിയൊരു ചൂട് മതിയാകും. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ടൊരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതാ തുറന്ന് നോക്കിയപ്പോൾ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 1/3 കപ്പ് തന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായി ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയ ചെറിയ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. മക്കൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇത് കൂടുതൽ അങ്ങോട്ട് പൊങ്ങി വരുമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ മാവ് ഒഴിച്ച് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് വെള്ളം ചൂടായതിന് ശേഷം ഇതിലേക്ക് തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ തട്ടൊക്കെ എടുത്ത് മാറ്റിയാണ്. ഇനി ഇതൊന്ന് ചെറുതായി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഇളക്കി മാറ്റാം. ഇപ്പോൾ ചെറുതായി ചൂടാറിയിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, സ്പൂൺ വെച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഡ്ഡലി റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കളറ് കുറച്ചുകൂടി നല്ല വൈറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ സാധാരണ റവ ഉപയോഗിച്ചുകൊണ്ടാണ് കുറച്ചൊരു യെല്ലോയിഷ് കളർ വന്നത്. പിന്നെ അതല്ലെങ്കിൽ റൈസ് പൗഡർ ഉപയോഗിച്ചും ചെയ്യാം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തായാലും നിങ്ങളുടെ കമൻറ്റ് എന്താണെന്നുള്ളത് അറിയിക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്